മക്കളെ ജെയ് മെയിനിലെ 2024 ജെയ് മെയിനിലെ 27th ജനുവരിയിൽ സെക്കൻഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 27 നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സി ഇത് ഇൻറ്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ ഇൻറ്റഗ്രേഷനിൽ തന്നെ ഈ ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, രണ്ടും എന്താണ്, ഡെഫിനറ്റ് ഇൻറ്റഗ്രലാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് എഫ് എക്സ് ഇസ് ഇക്വൽ ടു വാട്ട് ഇൻറ്റഗ്രൽ 0 to x g of t log 1 minus t. ഓക്കെ, അപ്പോൾ എനിവേ ശ്രദ്ധിക്കുക, ലിസൺ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, വേർ ജി ഈസ് എ കോണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതെന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ജി ഓഫ് മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു വാട്ട് മൈനസ് ജി ഓഫ് എക്സ്. ഓക്കെ, അതുപോലെ തന്നെ -π/2 to π/2 എഫ് എക്സ് പ്ലസ് എക്സെട്ര എക്സെട്ര ഇങ്ങനെ തന്നിരിക്കുകയാണ്. ഓക്കെ, ലിസൺ, ഈ -π/2 to π/2 എന്ന് തരുന്നത് ഒരു ഹിൻ്റാണ്, ഒരുപാട് ഷോർട്ട് കട്ടുകളിലേക്കുള്ള ഒരു ഹിൻ്റാണ്. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയാണ്, ഇൻറ്റഗ്രൽ -π/2 to π/2. ഓക്കെ, ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ അല്ലെ, എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ -π/2 to π/2 എക്സ് സ്ക്വയർ കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഐയെ ഞാൻ മാറ്റി എഴുതി. ഓക്കെ, ഇങ്ങനെ മാറ്റി എഴുതി. ഓക്കെ, ശ്രദ്ധിക്കുക, അപ്പോൾ 2 ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് വിളിച്ചു, ഇവനെ ഞാൻ I1 എന്ന് വിളിച്ചു, ഇവനെ ഞാൻ I2 എന്ന് വിളിച്ചു. എന്നിട്ട് നമുക്കത് സെപ്പറേറ്റ് രണ്ടും എന്താക്കാം, ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് എന്താണ്, I2വിനെയാണ് അല്ലേ. എന്താണ് കുഞ്ഞുങ്ങളെ I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, I2 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്, I2 എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ -π/2 to π/2 ഓക്കെ എക്സ് സ്ക്വയർ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, മക്കൾ ഇതിന്റെ യഥാർത്ഥ മെത്തേഡ് ഞാൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ലെങ്തി, സോ ഐ വിൽ ടീച്ച് യു എ ഷോർട്ട് കട്ട് ഫോർ ദിസ് വൺ. ഓക്കെ, അഥവാ ഇൻറ്റഗ്രൽ -a to a. ശ്രദ്ധിക്കണേ, ജി ഓഫ് എക്സ്, ഈ ജി ഓഫ് എക്സും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ സെപ്പറേറ്റ് വേറൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എടുക്കാം. ഓക്കെ, അതായത് എച്ച് ഓഫ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ഓക്കെ എ റൈസ്ഡ് ടു, എ റൈസ് ടു അല്ലെങ്കിൽ എ ഇവിടെ വന്നുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട, വേറെ ആക്കാം. ഓക്കെ, വൺ സം നമ്പർ ബി റൈസ്ഡ് ടു വാട്ട് ഇസ് ദാറ്റ് പി ഓഫ് എക്സ് അല്ലെ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻറ്റഗ്രൽ. ഓക്കെ, 2 ഇൻറ്റു വേണ്ട. ഓക്കെ, ശ്രദ്ധിക്കുക, ഇൻറ്റഗ്രൽ 0 to a, ഇൻറ്റഗ്രൽ 0 to a എച്ച് ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലേ. എന്താണെങ്കിൽ ഈഫ് കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ, ഈഫ് P of x is what odd function. Okay അല്ലേ, P of x is odd function and h of x is what even function. Okay, h of x even function ആണ്. P of x odd function ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിസൺ, ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്, എക്സ് സ്ക്വയർ കോസ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, എക്സ് സ്ക്വയർ കോസ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഈവൻ ഫംഗ്ഷൻ ആണ് അല്ലെ. കാരണം എക്സ് സ്ക്വയറും ഈവൻ ആണ്, കോസ് എക്സും ഈവൻ ആണ്. 2 ഈവൻ ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവൻ എന്താണ്, ഈവൻ ആണ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓഡ് ഫംഗ്ഷൻ ആണ് അല്ലെ. അഥവാ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ I2 എന്ന് പറഞ്ഞ ഇവൻ എന്തായിട്ട് മാറി, I2 ഈസ് ഈക്വൽ ടു അല്ലേ, I2 എന്ന് പറയുന്ന സാധനം -π/2 to π/2 ദിസ് മച്ച് വലിയ ക്ലാപ്പായിരുന്നു. അത് നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താക്കി, ഇൻറ്റഗ്രൽ 0 to π/2 ഇന്നകൾ 0 to π/2 എക്സ് സ്ക്വയർ കോസ് എക്സ് എന്ന് മാത്രമാക്കി ഇവനെ എന്താക്കി മാറ്റി ബൈ യൂസിങ് അവർ ഷോർട്ട് കട്ട്. ഓക്കെ അല്ലേ, അല്ലെങ്കിൽ നമ്മളിത് പിന്നെ ഒരുപാട് ലെങ്ത് പ്രൊസീജിയർ, നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചോളൂ. ഈ ഷിഫ്റ്റ് മാത്രമല്ല, ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് മറ്റു പല ഷിഫ്റ്റുകളിലും എന്താക്കിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സ് സ്ക്വയർ കോസ് എക്സ് നമ്മൾ ചെയ്യുക ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ അല്ലേ, അപ്പോൾ അതിന് നമുക്ക് അപ്പോൾ എക്സ് സ്ക്വയർ കോസ് എക്സ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞതിന് പകരം ഞാൻ മറ്റൊരു മെത്തേഡ് പറയാം, അതിനെ DI മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ, DI മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, എന്താ DI മെത്തേഡ്? ഈ DI മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ് റൈസ് ടു n സൈൻ എക്സോ എക്സ് റൈസ് ടു n കോസ് എക്സ് ഒക്കെ വരുമ്പോഴാണ്. ഓക്കെ അല്ലേ, സോ ഞാൻ ഇവിടെ എന്താണ്, ഇവിടെ എക്സ് സ്ക്വയർ അതേപോലെ തന്നെ കോസ് എക്സ്. ഓക്കെ അല്ലേ, ദിസ് D സ്റ്റാൻഡ് ഫോർ ഡിഫറൻഷിയേഷൻ ആൻഡ് I സ്റ്റാൻഡ്സ് ഫോർ ഇന്റഗ്രേഷൻ. ഓക്കെ അല്ലേ, അപ്പോൾ ഇവിടെ D എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത്
ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ചങ്ങാതി നമ്മൾ ഡിഫറൻഷ്യേറ്റ് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? സോ എക്സ് സ്ക്വയർ അല്ലേ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് 2x അല്ലെ, 2x ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് 2, എഗെയിൻ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് 0 അല്ലേ. ഇനി ഇവനെ നമ്മൾ എന്താക്കുക ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ cos x ന്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ sin x, sin x ന്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താണ് മൈനസ് cos x, എഗെയിൻ മൈനസ് cos x ന്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എഗെയിൻ എന്താണ് മൈനസ് sin x. ഓക്കെ, ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ കൂടെ പ്ലസ് കൊടുക്കുക, മൈനസ് കൊടുക്കുക, പ്ലസ് കൊടുക്കുക, മൈനസ് കൊടുക്കുക. ഓക്കെ അല്ലേ? സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ കോസ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് മാറും നോക്കൂ. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ കോസ് എക്സ് എന്ന് പറഞ്ഞ സാധനം നോക്കൂ മക്കളെ, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് അല്ലെ. ഇനി മൈനസ് 2x ഇൻറ്റു മൈനസ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ പ്ലസ് 2x ഇൻറ്റു കോസ് എക്സ്. ഓക്കെ അല്ലേ? ഇനി മൈനസ് 2 സൈൻ എക്സ് എന്നായിട്ട് മാറി. ഓക്കെ, ലിസൺ, എവിടെ മുതൽ എത്ര വരെ? 0 മുതൽ π/2 വരെ. ഓക്കെ, ഇനി അടുത്തത് ലിസൺ, നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ വാട്ട് ഇസ് ദാറ്റ്? π/2 ദ ഹോൾ സ്ക്വയർ അല്ലെ, π/2 ദ ഹോൾ സ്ക്വയർ അല്ലെ ഇൻറ്റു സൈൻ π/2 അല്ലെ, പ്ലസ് 2 ഇൻറ്റു π/2 ഇൻറ്റു കോസ് π/2. ഓക്കെ അല്ലെ, മൈനസ് 2 ഇൻറ്റു സൈൻ π/2. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ലോവർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം 0 ആയിട്ട് പോകും. കാരണം ഇവിടെ എക്സിന് 0 കൊടുത്താൽ ഇവൻ 0 ആയിട്ട് പോകും, ഇവിടെയും എക്സ് ഉണ്ട് ഇവൻ 0 ആയിട്ട് പോകും, ഈ സൈൻ എക്സും എന്തായിട്ട് പോകും 0 ആയിട്ട് പോകും അല്ലേ. ഇനി ഇതിനാണെങ്കിൽ ഇവൻ 0 ആയിട്ട് പോയി, ബിക്കോസ് കോസ് π/2 എന്താണ് 0 ആണ്. സോ വാട്ട് ഇസ് ദാറ്റ്? π/2 ദ ഹോൾ സ്ക്വയർ അല്ലേ, π/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, മൈനസ് 2 ഇൻറ്റു സൈൻ π/2 എന്ന് പറയുമ്പോൾ മൈനസ് 2 എന്ന് വന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, i2 ഇവിടെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് i1 കൂടി കണ്ടുപിടിച്ചാൽ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. ഓക്കെ, എന്താണ് i1 എന്ന് പറഞ്ഞാൽ? i1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ദാറ്റ്? ഇന്റഗ്രൽ മൈനസ് π/2 ടു π/2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ മൈനസ് π/2 ടു π/2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം, അഥവാ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവൻ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ആൻസർ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 ഇൻറ്റു 0 ടു π/2 എഫ് എക്സ് ആയിട്ട് മാറും. ഓക്കെ, സോ ഞാൻ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം ഓഡ് ഫംഗ്ഷൻ ആണോ അല്ല ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് എനിക്കറിയണം. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഈ പറഞ്ഞ തന്നെ മൈനസ് π/2 എന്ന് തരുന്നത് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുടെ ഹിന്റ് ആണ്. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? ഇന്റഗ്രൽ 0 ടു എക്സ്, ഇന്റഗ്രൽ 0 ടു എക്സ് ജി ഓഫ് ടി. ഓക്കെ അല്ലേ, ജി ഓഫ് ടി ഇൻറ്റു log 1 minus t divided by 1 plus t. ഓക്കെ അല്ലെ, log 1 minus t divided by 1 plus t അല്ലെ, അതേപോലെ എന്താണ് dt എന്നാണ് ഉണ്ടാവുക അല്ലെ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി ഇവൻ എന്താണ് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എഫ് ഓഫ് മൈനസ് എക്സ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 ടു മൈനസ് എക്സ്, വാട്ട് ഇസ് ദാറ്റ്? ജി ഓഫ് ടി ഇൻറ്റു log 1 minus t divided by 1 plus t dt. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ മൈനസ് എക്സിനെ കളഞ്ഞിട്ട് പ്ലസ് എക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ അല്ലേ? അഥവാ ഞാൻ എന്താണ് ചെയ്യുന്നത് മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ടിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? മൈനസ് വൈ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? ടിക്ക് പകരം മൈനസ് വൈ എന്ന് വേണം. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു വാട്ട്? മൈനസ് ഡി വൈ എന്നായിട്ട് മാറും. ഓക്കെ, മാത്രമല്ല എന്താ ലിമിറ്റും ചേഞ്ച് ചെയ്യും അല്ലേ. അഥവാ ടി ഈസ് ഈക്വൽ ടു മൈനസ് വൈ ആണ്, അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് ടി ആയിരിക്കും അല്ലെ. വെനെവർ ടി ഈസ് ഈക്വൽ ടു 0, വൈ ഈസ് ഈക്വൽ ടു അഗെയിൻ 0 വരും അല്ലെ. വെനെവർ ടി ഈസ് ഈക്വൽ ടു നേരെ തിരിച്ച് ടി ഈസ് ഈക്വൽ ടു വാട്ട്? മൈനസ് എക്സ്, വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്ലസ് എക്സ് എന്ന് വരും. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് മൈനസ് എക്സ് എങ്ങനെയായിട്ട് മാറി? ഇന്റഗ്രൽ 0 ടു എക്സ് അല്ലെ, ജി ഓഫ് മൈനസ് വൈ അല്ലെ ഇൻറ്റു ലോഗ്, ശ്രദ്ധിക്കുക, 1 പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈ ഡി വൈ അല്ലെ, ഡി വൈ അല്ല മൈനസ് ഡി വൈ. ഓക്കെ, ശ്രദ്ധിക്കുക, നമുക്കറിയാം ജി ഓഫ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സിംപിളി എന്താണ്? മൈനസ് ജി ഓഫ് വൈ ആണ് അല്ലെ. അതെ, മൈനസ് ജി ഓഫ് വൈ ആണ്. ഓക്കെ അല്ലെ, മൈനസ് ജി ഓഫ് വൈ ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഓഡ് ഫംഗ്ഷൻ. ഓക്കെ അല്ലെ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, ലോഗ്. ഓക്കെ, ഈ മൈനസ് ഞാൻ എന്ത് ചെയ്യണം മക്കളെ? പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അഗെയിൻ എക്സ്ട്രാ മൈനസ് ഇവിടെ വന്നു അല്ലെ. ഇനി ലോഗ് 1 പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് വൈ അല്ലെ, അത് നമുക്ക് നേരെ തിരിച്ചെഴുതാം. എങ്ങനെയാണ്? മൈനസ് ലോഗ് 1 മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ അല്ല. അഥവാ ലോഗിന്റെ ഉള്ളിൽ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് പ്രോപ്പർട്ടി പ്രകാരം എന്ത് വരും മക്കളെ? നെഗറ്റീവ് പുറത്തേക്ക് വരും. അപ്പോൾ ആ നെഗറ്റീവ് ഞാൻ എന്താക്കി? മൊത്തം ഇന്റഗ്രലിനെ പുറത്തേക്ക് എടുത്തി അല്ലെ. അപ്പോൾ ഇന്റഗ്രലിനെ പുറത്ത് എത്ര നെഗറ്റീവ് ആയി? 3 നെഗറ്റീവ് ആയി. ഓക്കെ അല്ലെ. ആ 3 നെഗറ്റീവ് എന്നാൽ അതെന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ 0 ടു എക്സ്
ഇനി ഈ ജി ഓഫ് വൈക്ക് പകരം ഞാൻ എന്താക്കാണ് ജി ഓഫ് ടി എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ലോഗ് 1 - t ഡിവൈഡ് ബൈ 1 + t എന്ന് തന്നെ കൊടുത്തു. ഓക്കെ അല്ലേ, ഡി ടി. ഓക്കെ, അഥവാ ഡെഫിനറ്റ് ഇന്റർവെലിന്റെ നമ്മൾ NCERT ഫസ്റ്റ് 0th പ്രോപ്പർട്ടി പ്രകാരം വാരിയബിൾ ചേഞ്ച് ചെയ്യുന്നതില്ല, കുഴപ്പമില്ല. ഓക്കെ, സോ എഫ് ഓഫ് -x നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ അല്ലേ, എഫ് ഓഫ് -x ഈസ് ഈക്വൽ ടു വാട്ട്? മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എഫ് ഓഫ് -x ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ദാറ്റ് മീൻസ് എന്താണ് മക്കളെ? എഫ് ഓഫ് എക്സ് എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ I2 അഥവാ ഇന്റഗ്രൽ -π/2 to π/2 എന്ന് പറഞ്ഞ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. എടാ ക്ലിയർ ആയോ? സോ നമുക്ക് I എന്ന് പറഞ്ഞാൽ എന്താണ്? I1 + I2 ആണ് അല്ലെ. അപ്പൊ I1 അങ്ങനെ തന്നെ 0 ആയതുകൊണ്ട് I എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഡയറക്റ്റ് എന്ന് പറയാം, I2 എന്ന് പറയാം അല്ലെ. ദെൻ വാട്ട് ഈസ് I2? I2 എന്ന് പറഞ്ഞാൽ ഇവനാണ് അല്ലെ, π/2 the whole square -2 ആണ്. ഓക്കെ അല്ലെ, I2 എന്ന് പറഞ്ഞാൽ π/2 the whole square ഓക്കെ -2 ആണ് അല്ലെ. അവനെ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്? π/α the whole square -α കമ്പയർ ചെയ്യാണ് അല്ലെ. π/α the whole square -α കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ദാറ്റ് ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു വാട്ട്? ആൽഫ ഈസ് ഈക്വൽ ടു 2. സിമ്പിൾ.